വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള HTMLൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടാഗ് ഈസ് യൂസ് ടു ഫോളോ ദി എക്സാക്ട് ഫോർമാറ്റ് ഓഫ് ടെക്സ്റ്റ് വിച്ച് ഈസ് റിട്ടൺ ഇൻ HTML സോഴ്സ് ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മുടെ HTML സോഴ്സ് ഡോക്യുമെൻറ്റിൽ ഒരു എക്സാക്ട് ഫോർമാറ്റിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടാഗാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് പി ടെക്സ്റ്റ്, ബി പ്രീ ആണ്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം പി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പി പാരഗ്രാഫിനാണ്, അതുപോലെ ബി ബോൾഡ് ആണ്. അപ്പോൾ ഇവിടെ പറയാത്ത ഒന്നാണ് പ്രീ എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ഇപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നതിൽ ഇപ്പോൾ നമുക്ക് പ്രീ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഇത്തരത്തിൽ സ്റ്റാർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും സ്പേസ് ഇവിടെ വേണം, ഇത്രയും സ്പേസ് ഇവിടെ വേണം, ഇത്രയും സ്പേസ് നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിൽ വേണം അല്ലേ. അപ്പോൾ ഇത് ഇതേ ഫോമാറ്റിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ടാഗ് എന്ന് പറയുന്നത് പ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. Then next one, which of the following is the correct syntax of iframe tag? അപ്പോൾ iframe ടാഗിൻ്റെ കറക്റ്റ് സിൻറ്റാക്സ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഓരോന്നും നമുക്ക് ഏതിലാണ് ഡിഫറൻസ് വരുന്നത്, HREF ആണോ, ലിങ്ക് ആണോ, സോഴ്സ് ആണോ, പാത്ത് ആണോ എന്നുള്ളതാണ്. അത് ഏതാണെന്ന് കറക്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ iframeൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, which of the following is used to create a web page which contain email linking? അപ്പോൾ ഇമെയിൽ ലിങ്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് HREF info@Kerala tourism, HREF mail to info@kerala-tourism.org, മെയിൽ HREF, ഇമെയിൽ HREF. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, HREF is equal to mail to എന്നുള്ളതാണ് അതിന് നമ്മൾ കൊടുക്കുന്ന സിൻറ്റാക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ടു ദ ബ്രൗസർ അബൌട്ട് ദി ഡയറക്ഷൻ ഇൻ വിച്ച് ദ ടെക്സ്റ്റ് ഇൻ HTML ഷുഡ് ഫ്ലോ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് ഡയറക്റ്റ് RTL, DIR RTOL, DIR RTL, ഡയറക്ഷൻ RTOL. അപ്പോൾ നമുക്കിവിടെ ഡയറക്ഷൻ നമുക്ക് കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് R2L ആണ്, അതായത് ഓപ്ഷൻ സി റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഹലോ വേൾഡ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക, ഹലോ വേൾഡ്. ഇപ്പോൾ നമ്മൾ ഓട്ടോ എന്ന് കൊടുക്കുകയാണെങ്കിലും ഇതേ ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ് നമ്മുടെ ഡിഫോൾട്ടായിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ ആ ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ് പ്രിൻറ്റ് ചെയ്യുക. ഇനി നേരെ മറിച്ച് നമ്മളിപ്പോൾ RTL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എങ്കിൽ ഇത് നമ്മുടെ ബ്രൗസറിൽ പ്രിൻ്റ് ആവുക ഇങ്ങനെയാണ്. ഓക്കെ, ഹലോ വേൾഡ് എന്നുള്ള രീതി നമ്മൾ അറബിയൊക്കെ എഴുതുന്ന രീതിയിൽ ഇത്തരത്തിലായിരിക്കും നമ്മുടെ ബ്രൗസറിൽ പ്രിൻ്റ് ആവുന്നത്. ഇനി ഇതുപോലെ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ളതും നമുക്ക് കൊടുക്കാം, അതായത് ഡയറക്ഷൻ DIR എന്നാണ് കൊടുക്കുന്നത്, നമുക്ക് ഡയറക്ഷൻ ഇല്ല. അപ്പോൾ DIR എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ആട്രിബ്യൂട്ട് DIR ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ടു റൈറ്റ് LTR. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമ്മൾ പുറത്ത് വെക്കേണ്ട, RTLും അതുപോലെ തന്നെ LTRും. ഓക്കെ, ദെൻ ഓട്ടോ എന്ന് പറയുന്നത് കൂടി ഉണ്ട്. ഓട്ടോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരിക ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് കോഡ്? അതാണ് HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് DL മാർക്ക് DL INS മാർക്ക് അപ്പ് INS ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവരും അത്ര ഫെമിലിയർ ആവണമെന്നില്ല. ചിലർക്കെങ്കിലും HTML യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ അത് ഒരുപാട് ഗ്യാപ്പ് ഇട്ടുള്ള ആൾക്കാർക്കാണ് ചിലപ്പോൾ അത് ഓർക്കണമെന്നില്ല. ഇതിൻ്റെ ഓപ്ഷനിൽ നമുക്ക് കിട്ടുന്ന ഇതെന്താ, മാർക്ക് ഇവിടെ ഒരു സ്ട്രൈക്ക് മാർക്ക് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. ഇതിൻ്റെ കേസിൽ ഇത് നേരെ HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് തന്നെയാണ് ഉള്ളത്. ഇവിടെ ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നത് ബ്രാക്കറ്റിലാണ്. ഇനി ഓപ്ഷൻ ഡിയിൽ എന്താണ്, ഇവിടെ ഒരു സ്ട്രൈക്കും കൊടുത്തിട്ടുണ്ട്, മാർക്കപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ DEL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, നമ്മൾ ഡിലീറ്റഡ് ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ DEL കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിലീറ്റഡ് ഡോക്യുമെൻറ്റ്. നമ്മളിങ്ങനെ ഒരു ടാഗ് DEL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പകരം നമ്മളവിടെ ഒരു
ഇതും കൂടെ നമ്മൾ കൊടുക്കണം. അതാണ് അതായത് ആ ഡിലീറ്റഡ് ഡോക്യുമെൻറ്റിന് പകരം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്, അതാണ് ഇൻസേർട്ടഡ് ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ INS കൊടുത്തിരിക്കുന്നത്. അപ്പോൾ INS കൊടുക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, ഒരു അണ്ടർലൈൻ കൂടെ വരും. ഓക്കെ, അപ്പോൾ DEL, ഇപ്പോൾ നമ്മൾ DEL കൊടുത്ത് M കൊടുത്തു, ദെൻ DAL, അതിനുശേഷം നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻസ് കൊടുത്തു, ദെൻ ഇവിടെ N ആണ് കൊടുക്കുന്നത്, N കൊടുത്തു, ദെൻ INS, ദെൻ ET, ദെൻ എവിടെ P ആണെങ്കിൽ P എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് വരിക, ഈ M എന്നുള്ളത് അവിടെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബാക്കി N അണ്ടർലൈൻ ഉണ്ടാവും, NET. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വരുന്നതാണ് ഇവിടെ വരിക. അപ്പോൾ ഇവിടെ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്ന ഓപ്ഷൻ ഏതാ വരിക, ഓപ്ഷൻ D ആണ് അല്ലേ. അതായത് നമ്മൾ ഡിലീറ്റഡ് എന്നുള്ളതിന് മാർക്കിനാണ് നമ്മൾ ഡിലീറ്റഡ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇൻസേർട്ടഡ് എലമെൻ്റ് എന്താണ്, മാർക്കപ്പ് ആയിരുന്നു. അപ്പോൾ മാർക്കപ്പ് ഉണ്ട്, അപ്പോൾ മാർക്കപ്പിന് എന്ത് ചെയ്യും, അവിടെ ഒരു അണ്ടർലൈൻ കൂടി വരും. ഓക്കെ, ഇത് HTML5 വരുന്നതാണ്. നമ്മൾ മുമ്പ് സ്ട്രൈക്ക് ത്രൂ ഒക്കെ കേട്ടിട്ടുണ്ടാകും, സ്ട്രൈക്ക്. അപ്പോൾ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ടായിരുന്നു, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്ട്രൈക്ക് എന്നുള്ളത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് ഈ DEL, അതുപോലെ INS. അതുപോലെ തന്നെ മറ്റൊരു ടാഗ് കൂടെ നമുക്കിവിടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയാനുള്ളതാണ് എസ് എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നതും ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രൈസ്, ഇപ്പോൾ 500 എന്നുള്ള ഒരു പ്രൈസാണുള്ളത്. ഓക്കെ, ആ 500 മാറ്റി ഇപ്പോൾ നമ്മളൊരു ഓഫറൊക്കെ ഒരു 250ക്ക് നമ്മൾ കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് എങ്കിൽ ഇപ്പോൾ നമുക്കിതിന് ഏത് രീതിയിൽ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്സിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇവിടെ ഒന്നുകൂടി ചെയ്യാം, പിയിൽ എസ്സിൽ നമ്മൾ 500 എന്ന് കൊടുത്തു, ദെൻ നെക്സ്റ്റ് പിയിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, 250 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റൺ ചെയ്താൽ കിട്ടുന്നത് എന്താ, 500 എന്നുള്ളത് നമുക്ക് അവിടെ ഒരു സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും, താഴെ 250 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് പകരം താഴെ ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് പറയാനുള്ളത്, ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് ഇല്ല, ഓൾറെഡി ഡിലീറ്റഡ് ആണെന്നുള്ളൊരു മീനിങ് തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ നേരത്തെ നമുക്കൊരു ഡിലീഷൻ്റെ കൂടെ ഒരു ഇൻസേർട്ടഡ് ഡോക്യുമെൻറ്റിനൊരു INS ടാഗ് കൂടി നമ്മൾ യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മാത്രമല്ല ഇവിടെ എന്തില്ല, ഇവിടെ അണ്ടർലൈനും വരുന്നില്ല. അപ്പോൾ ഇതും ഒരു സ്ട്രൈക്ക് ത്രൂ പോലുള്ള ഡിലീറ്റഡ് എലമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടാഗാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർടെക്സ്റ്റ്, മാർക്കിനൊരു സ്ട്രൈക്ക് ത്രൂ ഉണ്ടായിരിക്കും, അതുപോലെ മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് HTML, അതുപോലെ തന്നെ ഇതിൻ്റെ CSS ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ എക്സാം, അതായത് 15-ന് ചോദിച്ച ട്രേഡ്സ്മാൻ്റെ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റ് HTML ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടി വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.